ഈ പറഞ്ഞ കൃഷ്ണകുമാർ ഫാമിലിയായി കംപ്ലീറ്റ്ലി മേക്കപ്പ് ചെയ്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ഏഞ്ചൽസ് ആയിട്ട് ഓരോ പ്രാവശ്യം വീറ്റ് ഫോർ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒന്ന് ലാസ്റ്റ് ടൈം ദിയയുടെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടാണ് വളരെയധികം ഒരു സംസാര വിഷയമായി തന്നെ മാറിയത്. ദിയയുടെ വെഡിങ്ങിന് അഹാനയുടെ ലുക്ക് വാസ് വെരി അഗൈൻ അഹാന വാസ് എ ബ്രൈഡ് എന്നുള്ളൊരു ടോക്ക് വന്നു. വാട്ട് ഐ ട്രൈ ടു ഡു ഇസ് ഓൾസോ ആളുടെ ബ്യൂട്ടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആളുടെ ആ ഒരു ഗ്ലോ കൊണ്ടുവരിക ആൻഡ് ഓൾസോ എൻഹാൻസ് ഹർ ഐസ്. ലൈക്ക് നമ്മളിപ്പം അവർ 4 പേരിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഓരോരുത്തരുടെ കണ്ണും പലത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രൊഫഷൻ ഇപ്പോൾ കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആണ്. ഇപ്പം ഓക്കെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ. ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ ഈ വർക്കിൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം നമ്മളിതിലൊരു സ്റ്റേബിലിറ്റി കണ്ടെത്തുന്ന വരെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇല്ലായിരുന്നു ബാലൻസ്. നമ്മുടെ ഒരാളെ ചേഞ്ച് ചെയ്യുകയല്ല, ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ എൻഹാൻസ് ചെയ്യുക. ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ എന്നെ ഇൻസ്പയർ ചെയ്തതിൻ്റെ റീസൺ തന്നെ എൻ്റെ ചൈൽഡ്ഹുഡും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും. അപ്പം ഞാൻ കുഞ്ഞിലൊന്നും അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്ത ഒരാളല്ല. കാരണം നമ്മൾ ഷോപ്പിൽ വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ള മേക്കപ്പ് എന്ന് പറയുന്നത് ഉള്ളി കേറ്ററിങ് ടു ദ ഫെയർ സ്കിൻ, ആ ഒരു ടൈപ്പാണ്. നമുക്ക് ചേരുന്ന ഒരു ഷെയ്ഡ് ഫൗണ്ടേഷൻ കിട്ടിയാലല്ലേ ഓക്കെ ഇത് നമുക്ക് കൊള്ളാമെന്ന് നമുക്ക് മനസ്സിലാവും. ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് മേക്കപ്പ് ചേരില്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ് എല്ലാവരുടെ ഉണ്ട്. പക്ഷേ ദാറ്റ് ഇസ് വെരി റോങ്. മേക്കപ്പ് ചേരാത്തതല്ല, ബിക്കോസ് യു ആർ ഡൂയിങ് ദ റോങ് മേക്കപ്പ്. സ്വന്തം അമ്മ അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല അവരുടെ കുട്ടി ഏതാണെന്ന് മനസ്സിലാകും. കാരണം എല്ലാവരും ഒരേ രീതിയിൽ വെളുപ്പിച്ച് ഇവിടെ ഒരു മഞ്ഞയും പിങ്കും ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ആൾക്കാരെ കുട്ടികൾ തിരിച്ചറിയുന്നില്ല. കോൺഫിഡൻസ് നമുക്ക് മാറുന്ന കാണാൻ പറ്റും. അവരിങ്ങനെ മിററിൽ നോക്കിയിട്ട് അവരെ ബ്യൂട്ടി ആസ്വദിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ടെൻഷനും നടുവേദന ഇതൊക്കെ പോട്ടെ. ഞാനിങ്ങനെ ചില ആർട്ടിസ്റ്റ് പറയുന്ന കേട്ടിട്ടുണ്ട്, നിങ്ങൾ ബ്രൈഡ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് കുറയ്ക്കുന്ന നല്ലതല്ല. ഐ എം ലൈക്ക് വാട്ട് ആർ യു സേയിങ്? യു ആർ നോട്ട് സപ്പോസ് ടു സേ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊക്കെ പറയുന്നത് വളരെ റോങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത്രയും നേരം എനിക്കൊന്നും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ബ്രൈഡ്സിന് കൊടുക്കാനുള്ള സജഷനും അല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബ്രൈഡ്സ് അല്ലെങ്കിൽ ബ്രൈഡ്സ് ഫാമിലി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ്ലി ഫേസ് ചെയ്തിരിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഫ്രം ദി ബ്രൈഡ്സ് സൈഡ് അല്ലെങ്കിൽ ബ്രൈഡ്സ് ഫാമിലി സൈഡ്, ചിലപ്പം അവർക്ക് എന്തെങ്കിലും അന്നത്തെ ടെൻഷൻ്റെ മൂലം അവർ സംസാരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇറ്റ് ഹാപ്പൻസ് കോൺസ്റ്റൻ്റ്ലി. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലൈക്ക് നമ്മളും we are also human, we are also going through the same some of the other tensions or something else. നമ്മളും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള അമ്മയ്ക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടംപോലെ ഇട്ടുന്നൊക്കെ ഇത് ഡിപ്പെൻസ്. ലൈക്ക് പല കേസസിലും നമുക്ക് പല ഇതായിരിക്കും വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്രൈഡ് നമ്മളെ ട്രസ്റ്റ് ചെയ്യാനൊരു സംഭവമുണ്ട്. ഫസ്റ്റ് ബ്രൈഡ് നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ആണോ, ഇസ് ഇറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ സ്റ്റൈൽ ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ. ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, കുറച്ച് നാച്ചുറൽ ലുക്കായിരിക്കും. ഐ വിൽ ബി മാച്ചിങ് ദ സ്കിൻ കളർ. ഇഫ് യു ആർ സംബഡി, ഇഫ് യു വോണ്ട് ഭയങ്കരമായിട്ട് കളർ ചേഞ്ച് ചെയ്ത് തന്നെ ഭയങ്കരമായിട്ട് വെളുപ്പിക്കണം, അങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരിക്കലും എന്നെ ബുക്ക് ചെയ്യരുത് എന്ന് എനിക്ക് പറയുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റ് വർക്ക് ഓൺ എ ടെംപ്ലേറ്റ്, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവർ എല്ലാ ബ്രൈഡ്സിനെയും ചെയ്യുന്നത്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദാറ്റ് ടെംപ്ലേറ്റ്, ഗോ ഫോർ ദാറ്റ് ആർട്ടിസ്റ്റ്. മനസ്സിലായോ? അപ്പം ഞാനെന്ന് പറയുന്നത് ഓരോ ബ്രൈഡിനെ യുണീക്കായിട്ട് അവരുടെ ഫേസിന് ചേരുന്ന രീതിയിൽ അവരുടെ സ്റ്റൈലിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ആ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ഒന്ന് നോക്കുക, അവരുടെ സ്റ്റൈലാണോ നമ്മുടെ വിഷനെന്ന് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ബുക്ക് ദെൻ യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺ. നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്, ഒരു 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ തുടക്കത്തിൽ കാണുന്ന കണക്കല്ല, അത് ഇറ്റ് ഹാസ് ടു കം ഔട്ട് ലൈക്ക് എല്ലാമായിട്ട് ഡ്രസ്സും ജ്വല്ലറിയും എല്ലാം കൂടെ വന്നാലും നമുക്കൊരു ഫൈനൽ ലുക്ക് കിട്ടും. എന്ന് വെച്ചിട്ട് ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ഒരാളുടെ ടെൻഷൻ എന്താ, അതിൻ്റെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം അവർ ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ അവർക്കൊരു ടെൻഷൻ കാണും. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് I will check with them whether this is fine with them. In between also I always check with them. ഈ ഒരു ലാഷ് ഓക്കെ ആണോ, ഈ ഒരു ലെൻസ് കംഫർട്ടബിൾ ആണോ, ഈ പൊട്ടിൻ്റെ സൈസ് കറക്റ്റ് ആണോ. അപ്പോൾ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് ആണെങ്കിലും എന്ത് ചേഞ്ച് വേണമെങ്കിലും ഐ വിൽ ബി ഹാപ്പി ടു ഡൂ ദാറ്റ് ഫോർ യു. ദാറ്റ് ഇസ് സംതിങ് ആസ് എൻ ആർട്ടിസ്റ്റ് വി ക്യാൻ പ്രൊവൈഡ് ടു ദം. അവരെ ഒന്ന് കാമാക്കാൻ നമ്മളെപ്പോഴും 2 വശം നോക്കണമല്ലോ. ബ്രൈഡ് എന്തുകൊണ്ട് അങ്ങനെ ടെൻഷൻ ആവുന്നു എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇപ്പം ചിലപ്പം അവർക്കൊരു ടെൻഷൻ കാരണമായിരിക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ വേറെ നമുക്ക് ആർട്ടിസ്റ്റിന് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് പ്രോപ്പർ ടൈം തരിക.
കറക്റ്റ് നമ്മളിപ്പോൾ ഒരു 3 hours പറഞ്ഞാൽ ആ 3 hours നമുക്ക് തരിക. ചിലപ്പോൾ ബ്രൈഡ്സ് ഉറങ്ങിപ്പോകും. അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. അത് ഞാൻ കണ്ടിട്ടുണ്ട് പല ഒരുപാട് ഇങ്ങനെ ഉറങ്ങിയിരിക്കുക. അപ്പോൾ എന്നിട്ട് ഉറങ്ങി ആ കിടത്തി ആ ഇതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകാർക്ക് ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സ്റ്റിൽ ഫൈൻ. കാരണം നമ്മുടെ അടുത്തുണ്ടല്ലോ ചിലർ വീട്ടിൽ ഉറങ്ങിപ്പോകും. എനിക്ക് അങ്ങനെ എനിക്കറിയായിരുന്നു. നമ്മുടെ വെന്യൂലെത്തി നമ്മളിങ്ങനെ അവിടെ റെഡി ആയിട്ട് നിൽക്കുക, ബ്രൈഡ് വീട്ടിൽ ഉറങ്ങുക. പിന്നെ നമ്മൾ വിളിച്ച് അവരെ എണീപ്പിച്ച് അവര് റെഡി കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ഒരു ജോലി മനസ്സിലല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ ടൈമാണ് അവിടെ റെഡ്യൂസ് ആവുന്നത്. അവസാനം ലാസ്റ്റ് വന്നിട്ട് ഈ ഫാമിലി എല്ലാവരും നമ്മുടെ അടുത്ത് പറയാൻ നമ്മൾ ലേറ്റ് ആയിരുന്നു. മനസ്സിലായി? അപ്പം ആ ഒരു കാര്യം ശരിയാ. ഏറ്റവും പഴയ 2 പേരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഫോട്ടോഗ്രാഫേഴ്സും. ആ സത്യം. പിന്നെ അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഒരു പ്രോസസ്സ് അത് ഫിനിഷ് ചെയ്യുക, ദെൻ ഗോ ടു ദ നെക്സ്റ്റ്. നമ്മൾ റെഡി ആവുന്ന ഒരു സറൗണ്ടിങ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെക്കാനുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില എല്ലാവരും അത് അത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് വിചാരിക്കും. പക്ഷേ നമ്മുടെ സറൗണ്ടിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സറൗണ്ടിങ് അല്ലെങ്കിൽ അത് നമ്മുടെ ടൈമിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇടയ്ക്ക് ആൾക്കാർ വന്നു പോവുക, സംസാരിക്കുക, ഫുഡ് കഴിക്കുക, ഡിസ്റ്റർബൻസ് ഈ നോക്കാൻ വരുമ്പോ തൊട്ട് എന്തായി എനിക്ക് ഈ വാതിൽ തുറക്കണം. അപ്പം അതൊക്കെ കുറച്ച് ഒന്നൊരു ബ്രൈഡ് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഓക്കെ, നമ്മുടെ ഒരു പ്രോസസ്സാണ്, അതിൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അത് എഫക്റ്റഡ് ആവും, അങ്ങനെയൊക്കെ. പിന്നെ കാരണം ഞാനിത് ചോദിക്കാൻ തന്നെ കാരണം ഞാൻ ഇതുപോലെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുങ്ങാൻ പോയി. ഇപ്പോഴല്ല, ഒരു ഷൂട്ടിന് മുന്നേ. അപ്പോൾ അവർ പറയും, എൻ്റെ പൊന്നു മീര, ഇന്നലെ ഞാൻ ഒരിടത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ, ബ്രൈഡായിരുന്നു. അപ്പം വേറെ ഇൻറ്റർ സ്റ്റേറ്റ് വെഡിങ് ആണ്. അപ്പം അത് അവർക്ക് കേരള ബ്രൈഡ് പോലെ ഇരിക്കണം, പക്ഷെ എങ്ങനെ വേണം എന്നൊരു ഐഡിയ ഇല്ല. എങ്ങനെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇഷ്ടം പോലെ ചെയ്തു, പക്ഷെ മുടി തൊടുമ്പം അയ്യോ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ വെക്കില്ല, ഇങ്ങനെ വെക്കില്ല. എന്നാൽ നിങ്ങളൊരു സജഷൻ പറ. അവർക്ക് പറയാനൊന്നുമില്ല, അവരുടെ അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ ഈ തൊടലേ പിടിക്കില്ലേ എന്ന് പറയാനറിയാം, അതിനൊരു ഇത് പറയാനുണ്ട്. അവസാനം അവരറിയാം ഇന്നലെ മടുത്തിട്ടാണ് സാരി ചേഞ്ച്, അവർക്ക് 5 സാരി ചേഞ്ച് എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ, അപ്പം ഇത് ആരും മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്ന പോലെ ഇങ്ങനെ എന്നാൽ നേരത്തെ വന്നെങ്കിൽ കൺവേ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് വൈ ദിസ് ഇസ് നോട്ട് ബീൻ വോക്കൽഡ് ഔട്ട്, അല്ലെങ്കിൽ ഇത് അത്ര ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നില്ലേ ഫ്രം മേക്കപ്പ് ആർട്ടിസ്റ്റ് സൈഡ്, ഇസ് ബീങ് സപ്രസ്ഡ് എന്നെനിക്ക് പലപ്പോഴും എനിക്ക് ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഐ ഓൾസോ ഫെൽ ലൈക്ക് ആസ്കിങ് യു, ബിക്കോസ് യു ഹവ് ഓൾസോ ഗോൺ ത്രൂ, മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദ സെയിം. അതിപ്പം ബ്രൈഡൽ മേക്കപ്പ് ഇതായിരിക്കാം, അല്ല ഒരു ധൃതിയിൽ വരുന്ന ഫോട്ടോഷൂട്ട് പരിപാടികളായിരിക്കാം എന്നുള്ള ഐ ഫെൽ ലൈക്ക് ആസ്ക്. പിന്നെ ഒരു റിക്വസ്റ്റ്, ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ലൈക്ക് ബ്രൈഡ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നമ്മളൊരു സർവീസ് പ്രൊവൈഡറാണ്. അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രൊഫഷൻ ഇപ്പോൾ കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആണ്. ഇപ്പം ഓക്കെ, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, മനസ്സിലാവുന്നു. ഇപ്പോഴത്തെ സെലിബ്രിറ്റി നമ്മളൊരു ഭാഗം കൂടെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, പക്ഷേ ഇറ്റ് ഷുഡന്റ് ബി ലൈക്ക് ദാറ്റ്. യു ഷുഡന്റ് ബി. അത് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പലരും, സെലിബ്രിറ്റി ആണെങ്കിൽ ഓ അവരെ ഒരുക്കിയിട്ടുണ്ടല്ലേ എന്നുള്ള സെൻസ്. ദാറ്റ് ഈസ് ഐ ഫീൽ ഇറ്റ് ഈസ് റോങ്. ലൈക്ക് യു ഷുഡന്റ് ബി, യു ആർ ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ, യു ഷുഡ് റെസ്പെക്ട് എവറിബഡി. അപ്പം ആ ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവം അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് അത് പല രീതിയിലും നമുക്കത് ഫീൽ ചെയ്യും ചില സമയത്ത്. ഈവൻ നമ്മളൊരു ഇത്ര ഏർലി മോർണിംഗ് ഒക്കെയാണ് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളവർക്കൊരു കുടിക്കാൻ വെള്ളം അല്ലെങ്കിൽ ഫുഡ് ഓഫർ ചെയ്യുക, ഇതൊക്കെ പറയുന്നത് ബേസിക് കർട്ടസിയാണ്. ഐ എം സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ഓൾ ദീസ് തിങ്സ്, പക്ഷേ റിയാലിറ്റി. ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. It is, I'm not, but these are the things that you can make the other person. Yeah, basic things. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അവർ ചിലപ്പോൾ അവരുടെ ടെൻഷൻ മറന്നു പോകണമായിരിക്കാം, എന്നാലും ശ്രദ്ധിച്ചാൽ ബെറ്റർ. അതാണ് എന്നുവെച്ചാൽ അത് സത്യമാണ്. കാരണം ഞാനതിപ്പം ഈ ഒരു സെലിബ്രിറ്റി ആ വേർഡിൻ്റെ കാര്യം കൂടെ പറയാമെന്ന് വെച്ചാൽ അവരും പഠിച്ചിട്ടുണ്ടാവുക, മേക്കപ്പ് ആ ഒരു ഇത് പഠിച്ചിട്ടുണ്ടാവുക, നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തു നിന്നും സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസ് ഒന്നും നമ്മുടെ ഇതിൽ ടാഗ് ചെയ്ത് കിടപ്പില്ലാത്തത് കൊണ്ട് വർക്ക് വരുന്നതും ചിലപ്പം അങ്ങനെ ആകാറുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പറയുന്ന പല വ്യക്തികളും. അവർ ഈ പറഞ്ഞ പോലെ എല്ലാവരും പഠിക്കുന്ന അതുപോലെയൊക്കെ തന്നെ പഠിച്ചിറങ്ങി അവരും സ്വന്തമായിട്ടൊരു സാധനം തുടങ്ങിയൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ പറയുന്ന വ്യക്തികളൊന്നും നമ്മുടെ ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട് വർക്കിനെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഐ യൂസ് ടു ടെൽ ദം അത് ഓവർ ടൈം അത് വന്നോളും. ഇപ്പം ഇന്നിപ്പം എന്നെ ഇപ്പം ആദ്യം ചിലപ്പം ഞാൻ ഇന്ന ഇതിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കാണുന്നത് ഓക്കെ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളതായിരിക്കും. നാളെ ഒരു പക്ഷേ ഓ മീര അല്ലേ എന്ന് പറഞ്ഞ് വരാം. ജസ്റ്റ് ഗീവ് ടൈം എന്നുള്ളതും ഞാൻ പേഴ്സണലി അറിയാവുന്നവരോട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഷെയർ ചെയ്യുമ്പം ഐ യൂസ് ടു ടെൽ ദം. ഇപ്പോഴും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നവരാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ബേസിക് ചില എറ്റിക്വറ്റ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഇറ്റ് ഷുഡ് ബി ഡിസ്കസ്, ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് എന്ന് എനിക്ക് പലപ്പോഴും എല്ലാ പ്രൊഫഷനും അതിപ്പോൾ നമ്മുടെ ഇതിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ വെഡിങ്സിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും
അവർക്കൊന്നും ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പം നമ്മൾ പാവങ്ങൾ അവര്. ചിന്തിക്കാറില്ല. ചിലപ്പോൾ അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യമുണ്ട്, നമ്മളെല്ലാവരെയും കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ ബെറ്റർ ആയിരിക്കും. എവരിബഡി വിൽ ബി ഹാപ്പി. അതെ 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 ഹാപ്പിലി ഒരു വർക്ക് ചെയ്ത് ലൈക് വെഡിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഹാപ്പിനെസിൻ്റെ ഇതാണല്ലോ. അപ്പോൾ ലെറ്റ് മേക്ക് എവരിബഡി ഹാപ്പി. അത്രേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ചൊരു ഒരു 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 കുടുംബത്തെ പറ്റി ചോദിക്കും. ഇല്ല എന്നോട് അവസാനം എൻ്റെ അടുത്ത് ആൾക്കാർ പൊങ്കാലിടും, മീര ഇത്രയും വലിയ ഇതായിട്ട് ഇത്രയും ഫാമിലി ഒന്നടങ്കം എനിക്കൊന്ന് ഒറ്റ പ്രാവശ്യം ആയിരിക്കില്ല, ഒന്നടക്കമായിരിക്കില്ല, എത്രയോ വട്ടം ഈ പറഞ്ഞ കൃഷ്ണകുമാർ ഫാമിലിയായി കംപ്ലീറ്റ്ലി മേക്കപ്പ് ചെയ്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ഏഞ്ചൽസ് ആയിട്ട് ഓരോ പ്രാവശ്യം ബീറ്റ് ഫോർ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒന്ന് ലാസ്റ്റ് ടൈം ദിയയുടെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടാണ് വളരെയധികം ഒരു സംസാര വിഷയമായി തന്നെ മാറിയത്. ദിയയുടെ ആ ലുക്കാണെങ്കിലും വളരെ ഡിഫറെൻറ്റ് ലുക്കായിരുന്നു, ഭയങ്കര ഭംഗിയായിട്ട് വന്നു. ദിയയുടെ വെഡ്ഡിങ്ങിന് അഹാനയുടെ ലുക്ക് വാസ് വെരി അഗെയിൻ അഹാന വാസ് എ ബ്രൈഡ് എന്നുള്ളൊരു ടോക്ക് വന്നു അത്രയും. അപ്പം അവരുമായിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് ഒരു കൊളാബറേഷൻ ആയിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് വർക്ക് വന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു വർക്കും? ഇപ്പോഴെനിക്കത് കൈൻഡ് ഫാമിലി ഒരു ആയി മാറിയെന്ന് തോന്നൂല. എനിക്കൊന്നും എല്ലാത്തിനും അവിടെ ഞാൻ നോക്കുമ്പോൾ പൂവറിയൊക്കെ ഉണ്ട്, അവിടെ പൂവറിയാനും മഴയത്ത് കൊണ്ട് ബാക്കി സാരി വെക്കാനും വീഡിയോ എടുത്ത് വെപ്പിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു സിസ്റ്റർ കൈൻഡ് ഓഫ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. വെരി സ്പെഷ്യൽ ഫാമിലി ഫോർ മീ ഡെഫിനറ്റ്ലി. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സെലിബ്രിറ്റി കോണ്ടാക്ട് ഉള്ള ഒരാളെ അല്ലായിരുന്നു ഞാൻ. എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലോ ആരും തന്നെ സെലിബ്രിറ്റി അല്ല. അപ്പം അങ്ങനെ ഒരു കോണ്ടാക്ട് എനിക്ക് പ്രയർ കോണ്ടാക്ട് ഒന്നും ഫാമിലിയായിട്ട് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഹാനയുടെ ക്ലോസ് ഫ്രണ്ടായ മീനാക്ഷിയുടെ ഹൽദി മേക്കപ്പ് ഞാനാണ് ചെയ്തത്. ഓക്കെ. ഷീസ് ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ മീനാക്ഷിയുടെ ഹൽദി മേക്കപ്പിൻ്റെ അന്നാണ് ഞാൻ അഹാനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. സോ ഷീ കെയിം. ഞാൻ റെഡിയാക്കി കഴിയാറായപ്പം ആൾ വന്നായിരുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ഹർ. അന്ന് അങ്ങനെ ഒരുപാട് കോൺവെർസേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒബ്വിയസ്ലി ഐ എം വർക്കിംഗ്. അപ്പം ജസ്റ്റ് വി മെറ്റ്. ഷീ ലൈക്ക് ദ മേക്കപ്പ്. അന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ആദ്യം മീറ്റ് ചെയ്തത്. എന്നിട്ട് ആ വർഷം ഓണം ഷൂട്ട് ടൈം ആയപ്പോൾ അഹാന മീനാക്ഷിയുടെ നമ്പർ എടുത്തിട്ട് ഷീ കോൺടാക്റ്റഡ് മീ. അപ്പോൾ അങ്ങനെയാണ് ഈ മീനാക്ഷിയുടെ ത്രൂ ആണ് എന്നെ ഫസ്റ്റ് ആ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഷീ കോൺടാക്റ്റഡ് മീ മേക്കപ്പിനായിട്ട്. അപ്പം ആ വർഷത്തെ ഓണം ഷൂട്ട് ഒരു ബ്ലൂ ബ്ലൗസ് എല്ലാവരും അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ആ ഫാമിലിയായിട്ട് ചെയ്ത വർക്ക്. ആൻഡ് അത് came out really well. ഒത്തിരി അപ്രിസിയേഷൻ കിട്ടി, ഭയങ്കര ആയിട്ട് റീച്ച്. എൻ്റെ ഒരു വർക്ക് ഞാൻ അതിനു മുന്നേ ആദ്യം വർക്ക് ചെയ്ത് എലീന പടിക്കലായിരുന്നു എൻ്റെ ഫസ്റ്റ് സെലിബ്രിറ്റി. അതിന് ശേഷം എനിക്കൊരു നല്ലൊരു ബ്രേക്ക്, പ്രോപ്പർലി ഒരു ബ്രേക്ക് കിട്ടിയത് ഈ ഒരു ലുക്കാണ്. ഒരുപാട് പേരിലോട്ട് ഇത് റീച്ച് ചെയ്തായിരുന്നല്ലോ. ഇപ്പോൾ യൂട്യൂബിലൂടെ ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അവരും ഇട്ടു. അവരുടെ ഒരുപാട് എനിക്ക് ഭയങ്കര ഒരു മേജർ ബ്രേക്ക് തന്നത് ആ ഒരു വർക്ക് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ ഐ സ്റ്റാർട്ടഡ് ഇൻഡിവിജ്വലി ആണെങ്കിലും അവരുടെ കൂടെ ഇപ്പം വിശാനിയുടെ ആണെങ്കിലും ഹൻസു അവരെല്ലാവരുടെയും ഈച്ച് ഓഫ് ദം എല്ലാവരുടെയും കൂടെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഷൂട്ട്സും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞ ഒരു 3 ഓണം കഴിഞ്ഞു. 3 ഓണം കഴിഞ്ഞു. 3 ഓണം ഉണ്ട് അവരുടെ കൂടെ. അതെ, 3 വർഷമായി 3 ഓണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലതായിരുന്നു. അത് പ്ലസ് ഇങ്ങനെ ഐ വാസ് ലക്കി ഇനഫ് ടു വർക്ക് ലോട്ട് മോർ വിത്ത് ദം. ലൈക്ക് ഐ എം സോ ഗ്ലാഡ് ദാറ്റ് നമ്മളെ വീണ്ടും അവർ വിളിക്കുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ലൈക്ക് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. ഐ സ്റ്റിൽ റിമെമ്പർ ദിയയുടെ കല്യാണത്തിന്റെ അഹാനയുടെ വെഡിങ് ലുക്ക് ആണെങ്കിലും ഇപ്പം 3 പേരും അഹാന, ഇഷാനി, സിന്ധു കൃഷ്ണ മാമിൻ്റെ ആണെങ്കിലും ഒക്കെ ബ്യൂട്ടിഫുൾ മേക്കപ്പ് ആയിരുന്നു. ഹൻസിയുടെ ഒക്കെ മേക്കപ്പ് വൈസ് ഹെയർ ഒക്കെ അവർക്ക് ചേരുന്നതിനനുസരിച്ച് ഒന്ന് ആ കളർ അവർ എല്ലാവരും ചൂസ് ചെയ്ത പിങ്ക് കളറൊക്കെ ഭയങ്കര അതിന്. പിന്നെ എനിക്കൊന്ന് കുറേ അതിന് ശേഷം കുറേ വെഡിങ്ങിൽ കുറേ പേര് ആ കളർ ടോൺ അവർ വെഡിങ്ങിന് ഇറക്കാൻ തുടങ്ങി, അത് വന്നു. പിന്നെ അതേ ലുക്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ പേര് ഞാൻ മറന്നു, ഒരു ക്ലോതിങ് ബ്രാൻഡ് ഓൺ ചെയ്യുന്നവർ തന്നെ അതിന്റെ റീക്രിയേഷൻ പോലെയൊക്കെ ചെയ്യും. ഒരുപാട് പേര് ആ ലുക്ക് റീക്രിയേറ്റ് ഉണ്ട്. ഇവൻ വരുന്ന ബ്രൈഡ്സ് ആണെങ്കിൽ പോലും റെഫറൻസ് എന്താ എങ്ങനെ വേണം ചോദിക്കുമ്പോൾ ഈ ഒരു അഹാനയുടെ ഈ ഒരു ലുക്ക് റെഡിയാക്കാം. അഹാനയുടെ വന്ന് കുറെ ഈശാനയുടെ ചോദിക്കാം, അങ്ങനെ ചോദിച്ചാൽ പിന്നെ നമുക്ക് ഈസിയാണ്. അത് തന്നെ ഇപ്പം റെഡിയാക്കി തരാം. അമലയ്ക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് അതേ പറഞ്ഞു. ഏറ്റവും ഡിഫിക്കൽട്ട് ചോദ്യമാണ്, പക്ഷെ എന്നാലും അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. എന്നാലും ലൈക്ക് എല്ലാം നമ്മൾ അങ്ങനെ അടിപൊളി ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ഇപ്പം ബ്രൈഡ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ്. പക്ഷേ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുക എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഓണം ലുക്കായിരുന്നു. അതാണ് എല്ലാത്തിൻ്റെയും ഒരു തുടക്കം. അപ്പോൾ നമ്മൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസും എനിക്ക് കുറേ അപ്രിസിയേഷനും അതൊക്കെ കിട്ടിയൊരു ലുക്കായതുകൊണ്ട് എല്ലാവരും ഇരിക്കട്ടെ, എല്ലാവരും അവരെന്നെ ലേറ്റസ്റ്റ് ഇപ്പം ദിയയുടെ പ്രഗ്നൻസി ഷൂട്ട് ആണെങ്കിലും അതിലോട്ടൊക്കെ അത്രയും ഡിഫറെന്റ് ലുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നതും ഒക്കെ അത് അമലയുടെ ഒരു
ടച്ച് അതുണ്ടോ, ഒരു സൈഡ് ഉണ്ടോ, അതോ കംപ്ലീറ്റ്ലി ദിയ വേഴ്സ് ലൈക്ക് ഓക്കെ ദിസ് ടൈം കംപ്ലീറ്റ്ലി ട്രഡീഷണൽ മഡിസർ അങ്ങനെ ഇങ്ങനെ, അതോ ആറ് ഇത് ലൈക്ക് ഇറ്റ്സ് എ കൊളാബറേറ്റീവ് പ്രോസസ്. ഞാൻ ദിയോട് ഒബ്വിയസ്ലി ചോദിച്ചായിരുന്നു എന്താണ് ഷീ വോൺസ്. അപ്പോൾ ഷീ വോൺസ് എ വെരി ഗ്ലോയി ലുക്ക്. അതാണ് എന്നോട് ആകെ പറഞ്ഞൊരു സംഭവം. എനിക്ക് ആ ഒരു ഗ്ലോയി ലുക്ക് കിട്ടണം. ആൻഡ് ദിയ ഇസ് സംബഡി ഹു ലൈക്സ് എ വെരി നാച്ചുറൽ. അയ്യോ അത് ആൾക്ക് നല്ല നാച്ചുറൽ ആയിരിക്കണം, സ്കിന്നാണെങ്കിലും ഒക്കെ നല്ല നാച്ചുറൽ ആയിരിക്കണം. അപ്പം വാട്ട് ഐ ട്രൈ ടു ഡു ഇസ് ഓൾസോ ആളുടെ ബ്യൂട്ടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആളുടെ ആ ഒരു ഗ്ലോ കൊണ്ടുവരിക. ആൻഡ് ഓൾസോ എൻഹാൻസ് ഹർ ഐസ്. ലൈക്ക് നമ്മളിപ്പം അവർ 4 പേരിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഓരോരുത്തരുടെ കണ്ണും പലതാണ്. ഇപ്പം ദിയയുടെ ആണെങ്കിലും ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഐസ്. അപ്പം ആ കണ്ണിന് എന്താണോ ചേരുന്നത് ആ രീതിയിലുള്ളൊരു ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ. ശരി, അവരുടെ 4 പേരുടെ കണ്ണും ഭയങ്കര പ്രത്യേകമായിട്ടുള്ള നാലുപേരുടെ ഫീച്ചേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം അവർക്ക് യുണീക്ലി അവർക്ക് എന്താ ചേരുക നോക്കിയിട്ട് അങ്ങനെ. പിന്നെ ദിയ ഓൾസോ ടോൾഡ് മീ ലൈക്ക് നമുക്ക് ഈ ഒരു ലുക്കിന് ചേരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും അതല്ല ഇവിടെ. ഐ എം ഗ്ലാഡ് ദാറ്റ് നമ്മൾ ചെയ്തത് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഐ എം വെരി ഹാപ്പി. ഷി വാസ് വെരി ഹാപ്പി. നമ്മളെല്ലാവരും നമ്മുടെ ഇപ്രാവശ്യം ആ മഞ്ഞ പിങ്ക് കളർ കോമ്പിനേഷൻ വാസ് ലുക്കിംഗ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആണ്. അതല്ലാണ്ട് നമ്മളെ പുതിയൊരു കാണാത്തൊരു ലുക്കും കൂടെ നമ്മൾ കണ്ടപ്പോഴത്തേക്കും അതൊന്നുകൂടെ ഒരു ദിയ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഐ വാസ് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഐ വാണ്ടഡ് അത് നമ്മൾ ദിയക്ക് ആ ഒരു ചേരുമോ എന്ന്. ഷി വാസ് കൺഫ്യൂസ്, കണ്ണ് എഴുതുന്നത് ചേരുമോ. അപ്പോൾ അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യേണ്ടത് എൻ്റെ ഒരു ചലഞ്ചാണ്. അപ്പം ഐ എം ഗ്ലാഡ് ദാറ്റ്. I watched that video of her where she mentions about ഇത് വെക്കണമെന്ന് അമല ചോദിക്കുമ്പം അതും വെച്ചു അതിരിക്കട്ടെ എന്തായാലും നമ്മൾ കെട്ടിച്ചാൽ ഞങ്ങളുടെ ഇറങ്ങാൻ റെഡി ആൻഡ് പ്രിപ്പയർഡ് ടു ഇങ്ങനെ ഒന്ന് ഒരുങ്ങി ഇറങ്ങിയിട്ടായിട്ടിരിക്കുക. ആ ഒരു സപ്പോർട്ട് നമുക്ക് തന്നു. അതെ അതും അത് പറയുമ്പോൾ നമുക്കും എന്നാ തോന്നുന്നു നമുക്ക് ഇതും കൂടെ ഒന്ന് വെച്ച് നോക്കാം, ഇതും കൂടെ പോകുന്ന ഇങ്ങനെയും കൂടെ ഒന്ന് വെച്ച് കെട്ടി നോക്കാം എന്നൊക്കെ. ഇറ്റ്സ് കെയിം ഔട്ട് റിയലി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. ഇനി അങ്ങനെ ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ, നല്ല വർക്കുകൾ കിട്ടട്ടെ. അതിന് പിന്നെ നമുക്ക് മൈൻഡ് അപ്പ് ഇതിനെ കുറച്ച് റാപ്പിഡ് ഫയർ ആണല്ലോ ഇന്നത്തെ അടുത്ത ട്രെൻഡ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഇന്നൊരു ഇന്റർവ്യൂ പോകാത്ത അവസ്ഥയിലോട്ടൊക്കെ എത്തി. നമുക്ക് നോക്കാം. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാവുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ, പേടിക്കണ്ട. ഞാൻ വളരെ സിമ്പിൾ ആടാ ഒന്നും അങ്ങനെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. 5 big no-nos in bridal styling. Makeup artist perspective. ഇപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു നോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാം. ഞാനേ പാടില്ലാത്തത്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈക്ക് യു ഷുഡ് ഓർ ലൈക്ക് ഹൈജീൻ ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈജീനിക്ക് അല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇസ് എ ബിഗ് നോ. നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഹൈജീൻ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹൈജീൻ, ലിപ്സ്റ്റിക് ഒന്നും ഡയറക്റ്റ്ലി ഇടരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമ്മുടെ ഐഡിയാസ് ഫോഴ്സ് ചെയ്യുക ഓൺ ക്ലയൻറ്റ്. ഇപ്പം ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഇങ്ങനെയാണ് ബ്രൈഡ് ഒരുങ്ങേണ്ടത്, അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് ഐ ഫീൽ ഇസ് a big no. You have to respect the other person's wishes as well. അത് രണ്ടാമത്. പിന്നെ വേറെ എന്താന്ന് പറയുന്നത് ഈ എക്സ്ട്രീം ചേഞ്ചസ് ആളുടെ എന്താ ഫിസിക്കൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നത് ത്രൂ മേക്കപ്പ്. ലൈക്ക് അവരുടെ ഒരു ഇതിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട്, അവരുടെ വിഷനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് എക്സ്ട്രീം ചേഞ്ചസ് അവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പം നിങ്ങൾ കേളി ഹെയർ ആണ്, കേളി ഹെയർ ഒന്നും കൊള്ളില്ല, സ്ട്രൈറ്റേ ചെയ്തേ പറ്റൂ, അങ്ങനെയൊക്കെ പറയുന്നത് ഇസ് എ ബിഗ് നോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് ഇസ് വാട്ട് ഐ ബിലീവ്. പിന്നെ വേറെ എന്താ പറയുക, ഇപ്പോൾ ഈ എഡിറ്റിംഗ് ഹൈലി അൺഎത്തിക്കലായിട്ട് ഇപ്പം ആർട്ടിസ്റ്റ് ഒരിക്കലും നമ്മൾ നമ്മുടെ വർക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എക്സ്ട്രീം എഡിറ്റിംഗ് ഓർ എക്സ്ട്രീം ചേഞ്ചസ് AI ഒന്നും യൂസ് ചെയ്യരുത്. ഐ നോ ദിസ് ഇസ് ലിറ്റിൽ ഷോക്കിംഗ്, പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അങ്ങനെ ചെയ്യുന്ന ആർട്ടിസ്റ്റും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ബ്രൈഡ് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മളെ വർക്ക് നമ്മൾ മാക്സിമം ഓക്കെ ലൈറ്റിംഗ് ആൻഡ് ഓൾ ഓക്കെ ദാറ്റ്സ് ഫൈൻ, പക്ഷെ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇപ്പം ആളുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് ഇപ്പോൾ ചിലർ AI ആപ്സ് ഒക്കെ വെച്ചിട്ട് നോസ് കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കുക, ജോ ലൈൻ കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്യുക, അതൊക്കെ കുറച്ചൊരു ലിമിറ്റാണ്. ഓക്കെ, ഡൂയിങ് എ ബേസിക് എഡിറ്റിംഗ് ആൻഡ് യൂസിങ് ലൈറ്റിംഗ് ദാറ്റ് ഇസ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ദർ ഇസ് എ ലൈൻ ടു എവറിത്തിങ്. ഒരാളുടെ ഫേസ് ഷേപ്പ് മാറ്റി നമ്മൾ ഹൈലി ഓവർ എഡിറ്റ് ചെയ്ത് നമ്മുടെ വർക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഇസ് ഐ ഫീൽ ഇസ് അൺഎത്തിക്കൽ. ലൈക്ക് നമ്മളത് കണ്ടിട്ടായിരിക്കും ഒരാളുടെ ഇത് മാറ്റരുത്. ദാറ്റ് ഇസ് വൺ തിങ്. ദെൻ വാട്ട് അതെ ഇനി ബിഗ് നോ എന്ന് പറയുന്നത് ഒരാളുടെ കോൺഫിഡൻസ് പോകുന്ന രീതിയിലുള്ള കമൻസ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. യു ആർ ദെയർ ടു മേക്ക് ദ പേഴ്സൺ കോൺഫിഡൻറ്റ്. അത് തലതിരിച്ച് ചെയ്യരുത്. ഒരാളുടെ കോൺഫിഡൻസോ ഹാപ്പിനെസ്സോ ഒന്നും ഇത് ചെയ്യുക. അവരുടെ പേഴ്സണൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുക, പ്രൈവസി അതും റെസ്പെക്റ്റ് ചെയ്യുക. ചിലർ നമ്മൾ ഒരു ബ്രൈഡ് ആരും ആയിക്കോട്ടെ, ക്ലയൻ്റ് ആയിക്കോട്ടെ, അവരുടെ എവരിബഡി ഈസ് എൻ ഇൻഡിവിജ്വൽ, അവർക്ക് പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം.
ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എൻ എത്തിക്കൽ പാർട്ട് ഓഫ് ദ ജോബ്. നമ്മളിപ്പോൾ അവരുടെ ഫോട്ടോ ഇടാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ആംഗ്രി ആവാൻ പാടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ അവരുടെ പെർമിഷനോട് കൂടിയേ നമ്മളെപ്പോഴും അവരുടെ Photos ഇത് ഇടാറും ഒക്കെ. ഇറ്റ്സ് എ ബേസിക് ഡീസൻസി. 4 മേക്കപ്പ് തിങ്സ് അമല കാൺട്ട് ലീവ് വിത്തൗട്ട്. ഓക്കെ. ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന 4 സാധനങ്ങൾ. കാജൽ. ലൈക്ക് ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് കാജൽ, ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ ഞാൻ കരഞ്ഞ പോലെ ഈ വയ്യെന്ന് ചോദിക്കും. അപ്പോൾ കാജൽ സംതിങ്. കാജൽ, ഐബ്രോ മസ്കാര ഓർ സംതിങ് ഫോർ ഐബ്രോസ്, ദാറ്റ് ഇസ് സംതിങ്. ലിപ്സ്റ്റിക്, Of course. ലിപ്സ്റ്റിക് എല്ലാം. ലിപ്സ്റ്റിക് ആണ് ജീവിതം. അതത്രേ ഉള്ളൂ. പിന്നെ if I have to choose one thing, mascara. Mascara is a really something that can make ഒരു enhance ചെയ്യിപ്പിക്കണമെങ്കിൽ mascara is a great tool. Correct. 3 tips you will always tell, or 3 things you will always tell brides or your models. ഓക്കെ, വരുന്ന ക്ലയൻസ് അല്ലേ, അവരുടെ അടുത്ത് വാഷ് യുവർ ഹെയർ, ബ്രിങ് the hair has to be clean. I'm telling you it happens. Did it happen for you? Yeah, sometimes. പ്ലീസ് ഹൈജീനിക് ആയിട്ട് നല്ല ഹെയർ വാഷ് ചെയ്തിട്ട് വരിക, ഓയിലി ഡേർട്ടി ആയിട്ട് വരാതിരിക്കുക. പിന്നെ ഐസ് യുവർ ഫേസ്, ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഗൈസ്, തലയൊക്കെ കിടക്കുന്ന ടൈം ഇല്ലേ? ദെൻ ഐസ് ചെയ്യുക, ബേസിക്. ഫേസിൽ ഐസ് ചെയ്തിട്ട് വരിക. ഇറ്റ് വിൽ ഹെൽപ്പ് യു നമ്മുടെ പഫിനെസ് ഒക്കെ ഒന്ന് കുറയാൻ. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഒരു ടിപ്പ് പോലെയാണ് പറയുന്നത്. That will help. And then moisturize and do hydration, like lip balm, moisturizer ഒക്കെ. Do your basic skin care, like ഭയങ്കര ഡ്രൈ എക്സ്ട്രീം ലിപ്സ് ഒക്കെ ആയിട്ട് വന്ന് ബേസിക് കെയർ ഇത്രയായിട്ട് വന്നാൽ ബാക്കി ഞാൻ ബാക്കി അടിപൊളിയൊക്കെ. 2 things that you believe every makeup artist should religiously follow. 2 things. Okay. രണ്ട് പേര്. Religiously, yeah, hygiene, very important, like very 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 extremely important, very underrated I will say. ആൾക്കാർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഒരു ബേസിക് കാര്യം പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും നമ്മൾ ടേക്ക് ഇറ്റ് ഔട്ട്, എന്തൊരു പ്രൊഡക്റ്റും ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത് അൺടിൽ അൺലെസ് ഇറ്റ്സ് യുവർ പേഴ്സണൽ തിങ്. എപ്പോഴും ഹൈജീൻ എപ്പോഴും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ രീതിയിൽ നിന്ന് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് കാര്യം ചോദിക്കട്ടെ. ഈ നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹൗ ഓഫൻ ഡു യു വാഷ് മേക്കപ്പ് ബ്രഷസ്? ആഫ്റ്റർ എവറി വർക്ക്. ആണല്ലേ? എക്സാക്ട്ലി, യു ഹാവ് ടു. കാരണം ഞാൻ പലപ്പോഴും നമുക്ക് ആ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. കാരണം ചിലയിടത്തൊക്കെ നമുക്ക് പോകുമ്പം ഈ നനഞ്ഞ ടവൽ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കഴുകാനായിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ മണം വരുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഈ ബ്രഷ് ഇതുപോലെ വയ്ക്കും, ഇത് മേക്കപ്പ് ഫൗണ്ടേഷൻ മണമാണോ അതോ എന്താ നമ്മുടെ മനസ്സിലാവില്ല. വി ഓൾവേസ് ക്യാരി എപ്പോഴും ബ്രഷ് ക്ലൻസർ വിൽ ബി ഓൾവേസ് ദർ ഇൻ ദ കിറ്റ്. അപ്പോൾ ആഫ്റ്റർ എവറി വർക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് അത് തിരിച്ചു വയ്ക്കുക. പിന്നെ ദർ ആർ അതർ വേസ് ഓൾസോ ടു ക്ലീൻ, പക്ഷേ യു കനോട്ട് യൂസ് വൺ ബ്രഷ് ഓൺ ദ അതർ പേഴ്സൺ. പീരിയഡ്, അത്രേ ഉള്ളൂ. കാരണം ഐ ഓൾവേസ് ഡൗട്ട് അത് ഈ ഞാൻ ഈ പറഞ്ഞ ടവലിൻ്റെ ഒക്കെ കാര്യം ടവലൊക്കെ ചെയ്യാറുണ്ടോ എന്നാ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബ്രഷ് ഒക്കെ ഇസ് ലൈക്ക് വെരി ബേസിക് തിങ്സ്. പക്ഷെ അല്ലാണ്ടും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കൺസീലർ ഒക്കെ എടുത്തിട്ട് ഡയറക്റ്റ്ലി നമ്മളത് എടുത്തുകൊണ്ട് അവരുടെ മുഖത്ത് ഇങ്ങനെ തേക്കരുത്. ദാറ്റ് ഇസ് റോങ്. നമ്മൾ എടുക്കുക, ടേക്ക് ഇറ്റ് ഇൻ എ പാലറ്റ്, ദെൻ എ ബ്ലൈറ്റ്. അതൊക്കെ കുറേ പേര് സിമ്പിളായിട്ട് എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അത് ഞാൻ പറയാം അണ്ടർ റേറ്റഡ് ആണെന്ന്. കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ് ഹൈജീൻ. കാരണം നമ്മൾ ഒരാളുടെ പേഴ്സണലി അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ദാറ്റ് ഇസ് എ ബിഗ് നോ. ദെൻ പിന്നെന്താ ചോദ്യം? ഇല്ല, റിലീജിയസ്ലി ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാം. പിന്നെന്താ ഇതൊക്കെ തന്നെ. ഹൈജീൻ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കുറെ കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്. ദാറ്റ് യു ക്യാൻ ഡു ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. യു ലൈക്ക് ഇംപ്രൂവ് യുവർ സ്കിൽ ഡെവലപ്മെന്റ് സംതിങ്. ലൈക്ക് നമ്മളിതിപ്പം എല്ലാവർക്കും എല്ലാം നാച്ചുറലി വരണം എന്നില്ല. നമ്മളത് പ്രാക്ടീസിലൂടെയാണ്. നമ്മളിത് പഠിച്ചാലും നമ്മളിത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് വി ക്യാൻ ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ് തിങ്. നമ്മളൊരു കേൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കുറേ കേൾ ചെയ്താണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പം പ്രാക്ടീസ് ആൻഡ് യു ക്യാൻ ഗെറ്റ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ. ഡെഫിനറ്റ്ലി. ഇനി ലാസ്റ്റ് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. 1 tip to every upcoming brides. 1 tip. 1 tip. നമ്മൾ അങ്ങനെ വന്നിരിക്കുന്നത് 5 4 3 2 1. ഓക്കെ, ഒറ്റ ടിപ്പ് പറയുകയാണെങ്കിൽ ബ്രൈഡ്സിനല്ലേ, സോ ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ വൺ ബിഗ് ഡേ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ടു ബി ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ്. ഇത് മാത്രമാണ് ദാറ്റ് യു ഹാവ് ടു
തിങ്ക് അബൌട്ട് അറ്റ് ലാസ്റ്റ് ഇത് മാത്രമാണ് ദാറ്റ് മാറ്റേഴ്സ്. നമ്മൾ എത്ര കൂടിയ ഡ്രസ്സ് ഇട്ടാലും ഏത് ഡിസൈനർ ഡ്രസ്സ് ഇട്ടാലും എത്ര അടിപൊളി മേക്കപ്പ് ചെയ്താലും ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഹാവിങ് ദാറ്റ് കോൺഫിഡൻസ് ടു ക്യാരി ദാറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇഫ് ഷീ ഈസ് നോട്ട് ഹാപ്പി, അത് മുഖത്ത് വിസിബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതലുള്ളവരും ആ ബ്രെയിൻ ഹാപ്പിയൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് യു യുവർ സെൽഫ് ട്രൈ ടു ബി ഹാപ്പി. ആ സമയത്ത് ഒരു 100 കാര്യം നടക്കും. എല്ലാ കാര്യവും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണം എന്നില്ല. ചിലപ്പോൾ ഒരാൾ ലേറ്റ് ആവും, അത് സമയം 100 തിങ്സ് ക്യാൻ ഗോ റോങ്. പക്ഷേ യു ഷുഡ് തിങ്ക് ലൈക്ക് ഡോണ്ട് എയിം ഫോർ പെർഫെക്ഷൻ, ട്രൈ ടു ബി ഹാപ്പി ഇൻ ദാറ്റ് മൊമെൻറ്റ്. ദാറ്റ് റിയലി ഷോസ്. ഞാൻ ബ്രൈറ്റ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ ഇടയ്ക്ക് ഒന്നൊന്ന് പോസ് ചെയ്തൊരു മെൻറ്റൽ പിക്ചറൊക്കെ എടുക്കുക. ആ ഒരു ദാറ്റ് ഡേ ജസ്റ്റ് ഗോസ് ബൈ ക്വിക്ക്ലി. അപ്പോൾ നിങ്ങൾ ആ ഒരു മൊമെൻറ്റ്, നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് കാരണം നാളെ എല്ലാവരും മറന്നു. കാരണം ഈ ടെൻഷന്റെ ഇതിൽ പുറത്തേ നമ്മളിങ്ങനെ പല ഒന്നുകൂടെ അവരൊന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ മൊമെന്റ് ഒന്നുകൂടി ഇങ്ങനെയൊക്കെ ഒന്ന് റിലീവ് ചെയ്യായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഇറ്റ് വാസ് വെരി ട്രൂ. യു ഹാവ് ടു തിങ്ക് വാട്ട് ആക്ച്വലി മാറ്റേഴ്സ്. ലൈക്ക് അതൊന്നും അല്ല കാര്യം. നമ്മൾ ആ ദിവസം ഹാപ്പി ആയിരിക്കുക, നമ്മളാ ഇമോഷൻ ലൈക്ക് അത് ശ്രദ്ധിക്കുക. ദെൻ യു ആർ ഡൺ സോർട്ട്. ഇനി വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഒരു വർക്കിംഗ് ഡേ ഓഫ് അമല, ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓക്കെ. വളരെ ബിസി വർക്കിംഗ് ഡേ ആണ്. എന്താണ് രാവിലെ റൈറ്റ് ഫ്രം മോർണിംഗ് ടു ഈവനിങ് എങ്ങനെയാണ് ഡേ ഇൻ യുവർ ലൈഫ് ഓഫ് അമല? ഓക്കെ, ഡേ ഇൻ മൈ ലൈഫ് വിൽ സ്റ്റാർട്ട് വെരി ഏർലി ഡിപ്പെൻഡിങ് പല ടൈമാണ്. ഇപ്പം നമ്മളൊരു ഗുരുവായൂർ വെഡിങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 5 മണിക്ക് നമുക്ക് ബ്രൈഡ്സിനെ റെഡി ആക്കേണ്ടി വരും. അപ്പം അറിയാലോ, നമ്മൾ 3 hours ആണ് ബ്രൈഡിന് പറയുക. ഇപ്പം ചിലപ്പം 2 മണിക്ക് എണീക്കേണ്ടി വരും, 3 മണി 4 മണി, ആ ഒരു എന്തായാലും 5 മണിക്ക് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു സമയം അസ്യൂം ചെയ്തോളൂ. ഇപ്പം 2 മണിക്ക് എണീക്കുകയാണെങ്കിൽ എണീക്കുക, 1 hour നമ്മൾ 5 മണിക്കൂറുണ്ട് ആ ദിവസം. ഓക്കെ, നമ്മൾ രാവിലെ എണീക്കുക, 1 hour വി ആർ ഗെറ്റിംഗ് റെഡി. നമ്മൾ റെഡിയായി എവറിത്തിങ് മേക്ക് ഷുവർ. അത് ചില സമയത്ത് ട്രാവൽ ഉണ്ടായിരിക്കും, ചില സമയത്ത് ട്രാവൽ ഇല്ലായിരിക്കും. യു വിൽ ബി ഓൾറെഡി ഇൻ ദാറ്റ് പ്ലേസ്. അപ്പം ട്രാവൽ ഉണ്ടെങ്കിൽ ആ ഒരു അഡീഷണൽ ട്രാവലിംഗ് ചിലപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്താണ് പോവുക. മോസ്റ്റ്ലി ട്രിവാൻഡ്രം ആണെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്താൽ പോവുക. അല്ലെങ്കിൽ ഈ ഒരു ഗെറ്റ് റെഡി. ഇപ്പം ഗെറ്റ് റെഡിയിൽ ഞാൻ രാവിലെ തന്നെ ഈറ്റ് ഫുഡ് ഓൾസോ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു ഭക്ഷണം വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴെങ്കിലും ഫുഡ് കിട്ടില്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഐ ഹാവ് മൈ ബ്ലാക്ക് കോഫി. അതാണ് എൻ്റെ കോൺസ്റ്റൻറ്റ് ഇൻ ദ മോർണിംഗ് വിത്ത് ഫുഡ് ആൻഡ് ബ്ലാക്ക് കോഫി. ഉണരാൻ വേറൊരു വഴിയില്ല. അപ്പോൾ ഉണന്ന് ഫുൾ എനർജിയോടെ നമ്മൾ റെഡിയൊക്കെ ആയി വി ഗോ ടു ദ ബ്രൈഡ്. അവിടെ ചെന്നിട്ട് ഐ യൂഷ്വലി റെക്കമെൻഡ് 3 hours ഫോർ മൈ ബ്രൈഡ്സ്. എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും 3 hours. അതാണ് 3 hours ഐ സ്റ്റാർട്ട് വിത്ത് മേക്കപ്പ്, ദെൻ വിൽ ഫിനിഷ് മേക്കപ്പ്, ദെൻ ഹെയർ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡ്രീപ്പിംഗ് ഉണ്ടെങ്കിൽ ഡ്രീപ്പിംഗ്, ജ്വല്ലറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഡ്രീപ്പിംഗ് ഉണ്ടായിരിക്കും, ജ്വല്ലറി കാണും. ഡ്രീപ്പിംഗും നമ്മൾ തന്നെ ചെയ്യണം. ഐ ബോത്ത്. ഐ ഓൾസോ ഡ്രീപ്പ്. മോസ്റ്റ്ലി ഐ ഡ്രീപ്പ് മൈ ബ്രൈഡ്സ്. ചില കേസസിൽ ഐ ഹയർ എ ഡ്രീപ്പിസ്റ്റ് ഓൾസോ. രണ്ടും വർക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എല്ലാം ഡ്രീപ്പിസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ റെഡി ആക്കണം എന്നുള്ളൊരു എനിക്കുണ്ട്. ഐ ഡു ദാറ്റ്. അതെ, എല്ലാത്തിനും സഫീഷ്യൻ്റ് ആണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ബ്രൈഡിനെ ഒറ്റയ്ക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഐ ഹാവ് മൈ ടീം ഓൾസോ വിത്ത് മീ. അപ്പോൾ ദേ ആർ മൈ സ്ട്രെങ്ത്. അപ്പം അതുകൊണ്ട് അപ്പോൾ പിന്നെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് അവിടെ നമ്മൾ ജോലി തീരുന്നില്ല. അതാണ് എൻ്റെ ഒരു റൂട്ടീനിൽ വരുമ്പോൾ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് ദെൻ ഫോട്ടോഗ്രാഫേഴ്സ് അപ്പോൾ വരുമായിരിക്കും. ദേ വിൽ സ്റ്റാർട്ട്. ഐഡിയൽ സിനാരിയോയിൽ അങ്ങനെ പോകും. ഐ ബി വിത്ത് ദെം ടിൽ ദ ഫോട്ടോഷൂട്ട് ഇസ് ഓവർ. കാരണം ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ബ്രൈഡ് ഒന്ന് മൂവൊക്കെ ചെയ്യുമ്പോൾ ആൾ കോൺഫിഡൻ്റ് ആണോ, എന്തെങ്കിലും മാറ്റണോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നുള്ളത്. ഐ മേക്ക് ഷുവർ ദേ ആർ കോൺഫിഡൻറ്റ്, ദേ ആർ ഹാപ്പി. വേറെ ചേഞ്ച് ഇല്ലെങ്കിൽ ഐ ലീവ് ആഫ്റ്റർ ദാറ്റ്. ഇഫ് ദർ ഇസ് ചേഞ്ച് ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ചേഞ്ചിന് എന്തെങ്കിലും കാണും. അങ്ങനെ എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ഒരു സമയമാവും. അതെ, ഒരു സമയമാവും. ഇപ്പോൾ ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഉച്ചയ്ക്കൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ ചേഞ്ച് ചെയ്തൊരു 3 മണിയൊക്കെ ആവും നമ്മുടെ എല്ലാം കഴിയും. അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഫ്രീ ആവും. അങ്ങനെ അപ്പം ഡേയ്സ് ആർ ഡിഫറെൻറ്റ്. ചില ദിവസം നമുക്ക് ഈവനിങ് വേറെ വർക്ക് കാണും, ചില ദിവസം കാണില്ല. അങ്ങനെ ഇപ്പം എന്താണെങ്കിലും വർക്ക് ഇല്ലെങ്കിൽ വരിക, ഉറങ്ങാൻ ട്രൈ ചെയ്യുക. കാരണം സ്ലീപ്പാണ് ഈ ഒരു വർക്കിൽ ഏറ്റവും കോംപ്രമൈസ് ആവുന്നത്. ഉറങ്ങാൻ പറ്റിയാൽ ഉറങ്ങും, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യും. പിന്നെ വരിക, പിന്നെ ബ്രഷൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെ കുറെ വർക്ക് അപ്പുറം ഇപ്പുറം ഉണ്ട്. റീപാക്ക് ചെയ്യുക, അത് പിന്നാമ്പറങ്ങളുണ്ടല്ലോ ഒരുപാട്. അതെ, നമ്മളിപ്പോൾ അടുത്ത ബ്രൈഡിന് പോകുമ്പോൾ ആ ബ്രൈഡിന് എന്താ വേണ്ടേ, ആ ബ്രൈഡിന് എങ്ങനത്തെ എക്സ്റ്റൻഷൻ വേണം, ആ ബ്രൈഡിന് എന്ത് ഹെയർ അക്സസറി വേണം, അപ്പോൾ ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്യണം. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് വേണമെന്ന് നെറ്റിച്ചൂട്ട് ചെയ്താൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻക്വയറീസ് വരും, ബ്രൈഡ്സിനോട് സംസാരിക്കും. ബ്രൈഡ്സിനോടൊക്കെ നമ്മൾ ബ്രൈഡൽ കോൾസ് ഒക്കെ വരുമ്പോൾ ഒരു മിനിമം 1/2 hour 1 hour നമുക്ക് പോകും.
അങ്ങനെ അതുണ്ടായിരിക്കും. ഇതെല്ലാം അമല തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ Automatic ഇൻസ്റ്റഗ്രാം calls. ഐ ഹാവ് മൈ ടീം. എൻ്റെ സിസ്റ്റർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഷീ ഈസ് മൈ റോക്ക്. ഇല്ലെങ്കിൽ തീർന്നു. ഇല്ല ചേച്ചി ഇല്ല, അതെനിക്കറിയില്ല. അപ്പോൾ ലൈക്ക് ഫസ്റ്റ് അവിടെ DMs നമ്മൾ മിസ്സാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഐ ഹാവ് മൈ ടീം ഫോർ ദാറ്റ്. ദെൻ അല്ലാതെ എല്ലാം ബ്രൈഡ്സിനോട് ഡയറക്റ്റ്ലി ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഒബ്വിയസ്ലി ഐ ഷുഡ് ബി ദ വൺ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ അകത്ത് ബാക്ക് സൈഡിൽ കുറേ ഉണ്ട്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ഒരുക്കി വന്ന ബ്രൈഡിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണം, സ്റ്റോറി ഇടണം. സമയത്ത് അത് പോണമല്ലോ. അയ്യോ ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുക്കി കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ഇപ്പോൾ വരും. ഇടുന്നില്ല, എന്നെ ഇടുന്നില്ല, നിങ്ങൾ ബാക്കിയുള്ളവർ നോക്കുന്നൊക്കെ. അതെ അത്. അപ്പൊ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു വലിയ പാർട്ടുണ്ട് തന്നെയാണ്. അപ്പം എഡിറ്റിംഗ് പരിപാടികൾ കാര്യങ്ങൾ അത് നമുക്കൊരു സൈഡിൽ പോകും. അത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ DMsന് റിപ്ലൈ അയക്കണം, സംസാരിക്കണം, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വെച്ച് തീർക്കാമെന്ന് വിചാരിച്ചത്. കാരണം അമല എല്ലാവർക്കും അറിയാമെന്നറിയില്ല, എനിക്കൊന്ന് ഫാമിലി, അമലയുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫാമിലി, അമ്മ, അച്ഛൻ, സിസ്റ്റർ, ഹൂസ് എ പില്ലർ ഓഫ് അമല, എല്ലാവരും ഒമാനിലാണ്, പുറത്താണ്. അമല ഇങ്ങനെ ഒമാൻ കേരള ഒമാൻ ഒരു ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് ഡൂയിങ് ഓൾ ദിസ് ബൈ ഹെർസെൽഫ്. ആൻഡ് ചേച്ചി ഈസ് ഓൾസോ മാരിഡ്, 3 kids, ബ്യൂട്ടിഫുൾ ഏഞ്ചൽസ് ഉണ്ട്. ഇപ്പം 3 ഭാവം കൂടെ ഉണ്ടായില്ലേ, ഉണ്ടായി. അപ്പം നത്തിങ് ഈസ് ഈസി ആൻഡ് ഡൂയിങ് ഇറ്റ് ഓൾ ബൈ ഹെർസെൽഫ്. പക്ഷേ ഞാൻ തന്നെ ഇപ്പം നമ്മളൊരു ചെറിയ കാര്യം, നമുക്ക് 2 കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അതിൻ്റെ പല കാര്യങ്ങൾ ഈ പറഞ്ഞോളൂ, അതിൻ്റെ പിന്നാമ്പുറം എല്ലാം കൂടെ ഒരുമിച്ച് അത് നമുക്ക് വി നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ്. നോട്ട് ഓൾ ഈസി. ഒരു കേക്ക് ഓക്കെ അല്ല. എക്സാക്ട്ലി. വർക്ക് ലൈഫ് ബാലൻസിൻ്റെ നമ്മളങ്ങ് പഠിക്കും ഇതെന്താന്നുള്ളത്. അപ്പം ഐ ഓൾവേസ് ഫെൽ ലൈക്ക്, ആൻഡ് ഇതിനകത്ത് നമ്മളൊരിക്കലും സാക്രിഫൈസ് ചെയ്യാത്ത ഒന്നാണ് ടൈം വിത്ത് യുവർ ബ്രൈഡ്സ്, യുവർ ക്ലയൻസ് ആൻഡ് എവറിത്തിങ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ഉറപ്പാണ്. അതിനകത്ത് ഒരു 2 സെക്കൻഡെങ്കിലും കാണും അമല വളരെ ചിരിച്ചിങ്ങനെ നിൽക്കും. അമല 2 സെക്കൻഡ് ഇങ്ങനെ ക്ലയൻറ്റ് കൂടെ, എന്നിട്ട് ക്ലയൻറ്റ് പറയുന്ന എല്ലാം ശ്രദ്ധിച്ചിങ്ങനെ കേട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം വിച്ച് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദാറ്റ് വീഡിയോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ആൻഡ് ബിയോണ്ട് ദാറ്റ് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഡാൻസർ. എനിക്കൊന്നും എല്ലാവർക്കും അറിയാം, അതൊക്കെ ഇപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു ഡാൻസർ ആയിരിക്കുമ്പം ഇപ്പം നമ്മളും ചെറുതായിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇപ്പോൾ കുറേ നാളെ ഇപ്പം ഒരു സ്റ്റേജിൽ കയറി കളിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ കാണും. അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ വർക്കിൻ്റെ കാര്യം. അപ്പം ഇപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ അമല ഈസ് ഡൂയിങ് ലൈക്ക് ഇങ്ങനെ ഒരു 150 കൈ ഉണ്ടായിട്ടും തികയാതെ 151ാമത്തെ കൈയും വെച്ചിട്ടാണ് ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നും പല സമയത്തും. ആൻഡ് യു ആർ ഡൂയിങ് എ ബ്യൂട്ടിഫുൾ ജോബ്. ലൈക്ക് ആസ് ഇൻ ഒരു പ്രൊഫഷണൽ വൈസിൽ ഡീൽ ചെയ്യുന്ന റൈറ്റ് ഫ്രം ഇതിൻ്റെ ചെറിയ കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്യും. നമുക്കത് പുറമേ കാണുമ്പം ഇങ്ങനെ ചുമ്മാ അങ്ങ് ചെയ്തു എല്ലാവരെയും കൊണ്ട് പറ്റും എന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇറ്റ്സ് നെവർ എവർ ഈസി. അത് നമുക്ക് പലരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പലരുമായിട്ട് ഇടപെടുമ്പോഴും ഒക്കെ നമുക്കത് മനസ്സിലാവുന്നൊരു കാര്യം കൂടെയാണ്. സോ ഈ ഇൻഡസ്ട്രി, ഈ കരിയർ, അതൊന്നും തന്നെ ഈസി അല്ല. അതിലാണ് ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത്. ആൻഡ് യുവർ ഫാമിലി, അതെനിക്ക് പറയാതെ, ഐ തിങ്ക് സുമേഷ് ഓൾസോ, യുവർ ഫാമിലി, യുവർ സിസ്റ്റർ, ആസ് ഇറ്റ് സ്ട്രൈറ്റ്ലി മെൻഷൻഡ്, എല്ലാവരും വളരെ സ്ട്രോങ് ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഞാനും പറയും, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇത് ചെയ്യാനുള്ള, ഈ മാസത്തിലൊന്നും ഇങ്ങനെ വന്ന് പോയി ചെയ്ത് ചെയ്യാനുള്ള സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഓൾവേസ് ഇറ്റ്സ് മൈ ഫാമിലി, ദാറ്റ് സ്മൈൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പം വെറുതെ ആണെങ്കിലും ഒന്നും ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ABCD അറിയാൻ പാടില്ലാത്തവരാണ് എന്താണ് നാളെ, ആരാ വരുന്നത്, അല്ലെ എന്താ അതിൻ്റെ പ്രിപ്പറേഷൻ എന്തായി, ഇപ്പം ബുക്ക് ചെയ്തോ, പോകുന്നുണ്ടോ, കറക്റ്റായോ, ടിക്കറ്റ് കിട്ടിയോ എന്നൊക്കെയുള്ള അതിൻ്റെ ചെറിയ കാര്യങ്ങൾ മുതൽ, അല്ലെങ്കിൽ അത് പുറത്തിറങ്ങി വന്നിട്ട് മീര ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവരെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. അപ്പം നമ്മളിത് വേണമെന്ന് ചില ദിവസം ഒന്ന് മടിച്ചാൽ പോലും നമ്മളെ വേണ്ട, ഇത് നമ്മൾ അതിന് പുട്ട് ഫോർവേഡ് ചെയ്യിക്കുന്ന ഏക ഫാക്ടർ ഇസ് ദാറ്റ് ദെയർ സ്മൈൽ എന്ന് പറയും. അപ്പം എനിക്ക് തോന്നുന്നു യു ഹാവ് ഗോട്ട് എ സ്ട്രോങ് ബ്യൂട്ടിഫുൾ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി. എസ്പെഷ്യലി സുമേഷ് ഈസ് ഓൾസോ ലൈക്ക്, ഞാൻ എപ്പോഴും പറയും, ഒരു പാർട്ണർ തലത്തിലോട്ട് വരുമ്പോൾ അവർ നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു കുട്ടിക്കാരൊന്നും കണ്ടിട്ടൊന്നുമല്ല വരുന്നത്. അപ്പം അതൊരു ഈഗോ ഇല്ലാതെ നിൽക്കുക. പക്ഷേ എൻ്റെ കേസിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഹി വാസ് വിത്ത് മീ ഫ്രം ചൈൽഡ്ഹുഡ്. വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് we studied together from 6th standard. I am very lucky. That's good. So nice. അതെ, അവരുടെ കാര്യം പറയേണ്ടത് നടക്കില്ല. And I've always seen him like ഇങ്ങനെ. I'm very blessed to have him in my life. Like എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, സ്കൂൾ തൊട്ട് നമ്മൾ ഒരുമിച്ചാണ്. And what more I can ask for? Like he's like a darling. അപ്പം he's been like seen me, നമ്മൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ കഥയുടെ എല്ലാ ഫേസിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ ലോസും ഹൈസും എല്ലാം ഹി നോസ്. അപ്പം അത്രയും ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, നമ്മൾ ഈ വർക്കിൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം നമ്മളിതിലൊരു
ഒരു സ്റ്റേബിലിറ്റി കണ്ടെത്തുന്ന വരെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇല്ലായിരുന്നു ബാലൻസ് എന്ന് തന്നെ പറയണം. ഇങ്ങനെ തകർന്ന് അതെ, വി വെയർ ഇൻ എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആൻഡ് സ്റ്റിൽ വി ആർ ഇൻ എ ലോങ് ഡിസ്റ്റൻസ് മാരേജ്. അപ്പം ദാറ്റ് ഇസ് നോട്ട് ഈസി. കുറേ പേര് പറയും ഇറ്റ്സ് നോട്ട് പോസിബിൾ, പക്ഷേ ഇറ്റ്സ് പോസിബിൾ ഇഫ് യു ട്രസ്റ്റ് ദ പേഴ്സൺ ഇസ് വാട്ട് ഐ ഫീൽ. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. വെരി വെരി ഡിഫിക്കൾട്ട്. ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് ഈസിയർ, ഇറ്റ് ഗെറ്റ്സ് ഹാർഡ്. പക്ഷേ യു ഹാവ് ടു ഡു വാട്ട് യു ഹാവ് ടു ഡു. അതിന് ഷോ മസ്റ്റ് ഗോ ഓൺ, നോ? വി ആർ ഫിഗറിങ് ഔട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇൻറ്റൻഷനലി കുറച്ച് ബ്രേക്സ് എടുക്കാൻ നോക്കും. ഓഫ് സീസൺ ആണെങ്കിൽ ഐ ജസ്റ്റ് ഗോ വിത്ത് ട്രാവൽ ആൻഡ് ഗോ ബാക്ക് ടു മൈ ഫാമിലി. ഐ കീപ് ട്രാവലിംഗ്. ചില മാസങ്ങളിലൊക്കെ ഞാൻ 3-4 വട്ടമൊക്കെ പോയി വന്നിട്ടുണ്ട്. ചേച്ചിയുടെയൊക്കെ വെൻ ഷി വാസ് പ്രഗ്നന്റ്, നോ, ഐ ഡിഡ്ന്റ് വാണ്ട് ടു മിസ് എനി ഓഫ് ദോസ് മൊമെന്റ്സ്. ലൈക്ക് വളകാപ്പ് മിസ് ചെയ്യേണ്ട, പ്രഗ്നൻസിയിൽ ഐ വോണ്ട് ടു ബി ദർ. ലൈക്ക് ഡെലിവറി അല്ലേ? ഇല്ല, ഞാൻ പോയി വരും. അല്ല, ഒമാനിൽ തന്നെയായിരുന്നു. അവിടെയായിരുന്നു ഡെലിവറിയും വളകാപ്പും നൂലുകെട്ടും. അപ്പൊ ഞാനിങ്ങനെ നവംബർ ഒക്ടോബറിലൊക്കെ ഞാൻ 3 വട്ടമൊക്കെ ഞാൻ ഒമാൻ പോയി വന്നു. നൂലുകെട്ടിനൊക്കെ പോയി ചെന്നു, നൂലുകെട്ടി തിരിച്ചു വന്നു. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. ലൈക്ക് ഇപ്പം ലക്കിലി ഐ ക്യാൻ ഡൂ ദാറ്റ്. അപ്പം നമ്മൾ അത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പം അവരുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അവരുടെ ഒരു വെരി ബ്ലെസ്ഡ് വിത്ത് എ ഗ്രേറ്റ് ഫാമിലി. നോട്ട് ജസ്റ്റ് മൈ ഇമ്മീഡിയറ്റ് ഫാമിലി, ലൈക്ക് എൻ്റെ അച്ഛനും അമ്മ, ചേച്ചി, ചേട്ടൻ, കുട്ടികൾ, ഹസ്ബൻഡ് അല്ലാണ്ട് ഈവൻ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും മൈ ഫ്രണ്ട്സ്. ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട്സ്. ഐ ഹാവ് എ ഗ്രേറ്റ് സെറ്റ് ഓഫ് ഗേൾ ഫ്രണ്ട്സ്. Oh God, like very lucky in that part. Yeah, very much. And the girlfriends and my cousins. Oh God. കസിൻസ് ഞാൻ അവരെല്ലാവരും ഫാമിലി ആയിട്ടും കണ്ടിട്ടേ ഉള്ളൂ. അപ്പം അവരൊക്കെയാണ് എനിക്ക് കൂടെ നിന്ന്. ഇപ്പം എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എനിക്ക് എല്ലായിടത്തും ആളുണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. ആ ഒരു ബലത്തിലാണ് നമ്മൾ. അതാണ് ഇന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്. അത്രയും ഇങ്ങനെ ഒറ്റയ്ക്കല്ല ഒരിക്കലും. അപ്പം ചേച്ചി ഐ എം കമ്മിങ് ഹിയർ. ഓക്കെ, ഐ വിൽ കം വിത്ത് യു. ഐ ഡിഡ്ന്റ് ഈവൻ ആസ്ക് ഹർ, ഷീ കേം. മനസ്സിലായില്ലേ? മൈ സിസ്റ്റർ റോഷ്നി. അപ്പം അതുപോലെ ഐ സ്റ്റേ വിത്ത് മൈ ക്ലോസ് ഫ്രണ്ട് മറിയ. ട്രിവാൻഡ്രത്താണെങ്കിൽ ഐ സ്റ്റേ വിത്ത് മൈ ഫ്രണ്ട്. അപ്പം ഐ എം സ്റ്റിൽ ലൈക്ക് എനിക്കങ്ങനെ ഫാമിലിയിൽ നിന്ന് ദൂരെ നിൽക്കണം തോന്നാത്തതിൻ്റെ റീസൺ സർ. അപ്പം ഐ സ്റ്റേ വിത്ത് ഹർ ഫാമിലി. ആളുടെ ഫാമിലി ചെയ്യുന്നത്, നോട്ട് ജസ്റ്റ് ഫ്രണ്ട്. അപ്പം എനിക്ക് എൻ്റെ അമ്മൂമ്മയും സ്വന്തം അമ്മയുള്ള പോലെയാണ് അവിടെ ഫീൽ. അപ്പം അതൊക്കെയാണ് ട്രൂലി എ ബ്ലെസ്സിങ് അമല. ഇങ്ങനെ തന്നെ ഏറ്റവും ഭംഗിയായിട്ടും ചെയ്യാനുള്ള അതേ ആഗ്രഹത്തിലും ഒക്കെ എന്നും ഒരു ശതമാനം പോലും അതിൻ്റെ ഒരു ആഗ്രഹങ്ങൾ കുറയാതെ സ്വപ്നങ്ങൾ എന്നും അങ്ങനെ തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ. ഒരുപാട് ഇനിയും സ്വപ്നം കാണുക, അത് സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സമയത്ത് അതിൻ്റെ അളവിൽ എപ്പോഴും വന്ന് ഫലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങനെ വന്ന അവസാനം വി ആർ ഏബിൾ ടു ഇതൊന്ന് നടത്താൻ എനിക്ക് സാധിച്ചില്ല. ഐ എം സോ ഹാപ്പി. ഞാനിങ്ങനെ വിചാരിച്ചു നെയ്മി നടക്കുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം എനിക്കും ഇദ്ദേഹത്തിൻ്റെ വർക്കുകളെ അത് പ്രവർത്തിക്കുന്ന രീതിയിൽ എനിക്ക് വരുന്നുള്ള എനിക്ക് ഇതുണ്ടായിരുന്നു. അപ്പം അതും സാധിക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ഇനി നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. I had a great time. I have to thank you first for having me on the show. I had a really great time. എനിക്ക് അങ്ങനെ ഇന്റർവ്യൂ പോലും ഫ്രണ്ടിനോട് സംസാരിക്കും. ഞാൻ ചുമ്മാ ഇരുന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഞാനും ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഞാനും എല്ലാം കേൾക്കായിരുന്നു. ചോദ്യങ്ങൾ പോലും ഞാനിങ്ങനെ. Yeah, it's very good to see somebody who is following their passion. Like, so I'm really privileged and happy to be part of your show. That is very. Thank you for inviting me. പിന്നെ had a great time. പിന്നെ what to say, like എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. Just be comfortable and confident in your skin and everything. Because we all are unique. Yeah, right. We all are beautiful. Thank you so much, Amla. We had a great time. Thank you. Thank you.